നിങ്ങളുടെ വീട്ടിലെ ചില സ്ഥലങ്ങളിൽ നിങ്ങൾ പണം സൂക്ഷിക്കും. എന്നാൽ ഈ ലളിതമായ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം ആകർഷിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ തിരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് തകർക്കാൻ കഴിയാത്ത ഒരു ദാരിദ്ര്യത്തിൻ്റെ ചക്രം സൃഷ്ടിക്കുന്നതായിരിക്കാം. ചില പ്രത്യേക സ്ഥലങ്ങൾ പണത്തിൻ്റെ പോസിറ്റീവ് എനർജി ചോർത്തിക്കളയുകയും സമൃദ്ധിയെ തടയുകയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിരതയെ അപകടത്തിലാക്കുകയും ചെയ്യുന്നുവെന്ന് പുരാതന ബുദ്ധമത പഠിപ്പിക്കലുകൾ മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടാൻ പോകുന്നത് വെറും ഉപദേശമല്ല, അതൊരു അടിയന്തര മുന്നറിയിപ്പാണ്. നിങ്ങൾ ഈ തെറ്റുകൾ തുടർന്നും ചെയ്താൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ സ്വന്തം സാമ്പത്തിക ഭാവിയെ അട്ടിമറിക്കുകയായിരിക്കാം. നിങ്ങളുടെ വീട്ടിലെ പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ 7 സ്ഥലങ്ങൾക്ക് നെഗറ്റീവ് എനർജികളെ ആകർഷിക്കാനുള്ള ശക്തിയുണ്ട്. അത് നിങ്ങളുടെ വിജയ സാധ്യതയെയും സമൃദ്ധിയെയും ദുർബലപ്പെടുത്തുന്നു. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഈ വിലയേറിയ ഉൾക്കാഴ്ചകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരണമെന്നും ജീവിതം മാറ്റിമറിക്കുന്ന ഉള്ളടക്കം തുടർന്നും ലഭിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നത് ഉറപ്പാക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക. നമുക്കൊരുമിച്ച് പോസിറ്റീവായി വൈബ്രേറ്റ് ചെയ്യാം. ഇപ്പോൾ തന്നെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, എൻ്റെ ജീവിതത്തിലേക്കും എൻ്റെ വീട്ടിലേക്കും ഞാൻ അഭിവൃദ്ധി ആകർഷിക്കുന്നു. നല്ല സാമ്പത്തിക ആസൂത്രണം ഉണ്ടായിരുന്നിട്ടും പണം ഒരിക്കലും വേണ്ടത്ര വ്യാപിക്കുന്നില്ലെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉത്തരം നിങ്ങൾ വിചാരിക്കുന്നതിലും അടുത്തായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിലാണ് പ്രശ്നം. ഒന്നാമത്തെ സ്ഥലം മെത്തയ്ക്ക് കീഴിലാണ്. മെത്തയ്ക്കടിയിൽ പണം സൂക്ഷിക്കുന്നത് സുരക്ഷയും രഹസ്യവുമായി ബന്ധപ്പെട്ട ഒരു പഴയതും സാധാരണവുമായ രീതിയാണ്. എന്നാൽ ബുദ്ധമത പഠിപ്പിക്കലുകൾ അനുസരിച്ച് നിങ്ങളുടെ പണം സൂക്ഷിക്കാൻ ഏറ്റവും മോശം സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത്. നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം നാം ചെലവഴിക്കുന്നത് മെത്തയിലാണ്. അത് വിശ്രമത്തിൻ്റെയും പുനരുജ്ജീവനത്തിൻ്റെയും സ്ഥലമായിരിക്കണം. അതിനടിയിൽ പണം വയ്ക്കുമ്പോൾ നമ്മളൊരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നു. വിശ്രമത്തിൻ്റെ സ്പന്ദനങ്ങളും പണത്തോടുള്ള ആസക്തിയും കലർത്തുന്നു. നിങ്ങൾക്ക് ഗണ്യമായ തുക ലാഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് വിശ്രമമില്ലാത്ത രാത്രികൾക്കും നിരന്തരമായ സാമ്പത്തിക അരക്ഷിതാവസ്ഥയ്ക്കും കാരണമാകും. കൂടാതെ മെത്തയ്ക്കടിയിലെ പണം അക്ഷരാർത്ഥത്തിൽ നിരന്തരം സമ്മർദ്ദത്തിലാണ്. മോശമായി പൈസ സ്റ്റോർ ചെയ്യുമ്പോൾ പണത്തിനുണ്ടാകുന്ന ഒരു ഭാരത്തെയാണ് ഈ പ്രതീകാത്മക ഭാരം പ്രതിനിധീകരിക്കുന്നത്. സ്വതന്ത്രമായി ഒഴുകി കൂടുതൽ സമൃദ്ധി ആകർഷിക്കുന്നതിന് പകരം പണം കുടുങ്ങിക്കിടക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നു. തൽഫലമായി അതുമായി ബന്ധപ്പെട്ട ഊർജം ഭാരമേറിയതും നിശ്ചലവുമാകുന്നു. ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അപ്രതീക്ഷിത തടസ്സങ്ങൾ, നിങ്ങളുടെ അഭിവൃദ്ധിയിലേക്കുള്ള പാതയിലെ തടസ്സങ്ങൾ എന്നിവയായി പ്രകടമാകാം. മറ്റൊരു നിർണായക കാര്യം, മെത്തയ്ക്കടിയിൽ പണം ഒളിപ്പിച്ചു വെക്കുന്നത് പലപ്പോഴും അവിശ്വാസത്തിൻ്റെയും ഭയത്തിൻ്റെയും വികാരങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഊർജം നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിലേക്ക് നുഴഞ്ഞുകയറുകയും ക്ഷാമത്തിൻ്റെ ഒരു ചക്രം സൃഷ്ടിക്കുകയും ചെയ്യും. സമൃദ്ധിയെ ആകർഷിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ലഭ്യമായ അവസരങ്ങൾ കുറയ്ക്കുന്നതിലൂടെ അതിജീവനത്തിൻ്റെയും പരിമിതിയുടെയും ഒരു മാനസികാവസ്ഥയെ ശക്തിപ്പെടുത്തുകയായിരിക്കാം നിങ്ങൾ ചെയ്യുന്നത്. മെത്ത ആത്മീയ നവീകരണത്തിൻ്റെ ഒരു സ്ഥലമായി തുടരണം. അവിടെ ശരീരത്തിനും മനസ്സിനും റീചാർജ് ചെയ്യാൻ കഴിയും. അതിനടിയിൽ നിന്ന് പണം നീക്കം ചെയ്ത് കൂടുതൽ അനുയോജ്യമായ എവിടെയെങ്കിലും സ്ഥാപിക്കുന്നതിലൂടെ നിങ്ങൾ നിശ്ചലമായ ഊർജം പുറത്തുവിടുകയും കൂടുതൽ സ്വാഭാവികവും സുഗമവുമായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി പ്രവേശിക്കാൻ ഇടം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ സ്ഥലം അടുക്കളയിലെ അലമാരകൾക്കുള്ളിലാണ്. വീടിൻ്റെ ഹൃദയമായ അടുക്കള പണം സൂക്ഷിക്കാൻ നല്ലൊരു സ്ഥലമാണെന്ന് പലരും വിശ്വസിക്കുന്നു. എന്നാൽ ബുദ്ധമത പഠിപ്പിക്കലുകൾ മറിച്ചാണ് നിർദ്ദേശിക്കുന്നത്. ഘടകങ്ങൾ സംയോജിക്കുകയും മാറുകയും ചെയ്യുന്ന ഒരു പരിവർത്തന ഇടമാണ് അടുക്കള. ഈ പരിതസ്ഥിതിയിൽ പണം സൂക്ഷിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഊർജത്തെ നിരന്തരം മാറ്റുന്നതിനെ പ്രതീകപ്പെടുത്തുകയും അസ്ഥിരതയിലേക്കും അനിശ്ചിതത്വത്തിലേക്കും നയിക്കുകയും ചെയ്തേക്കാം. അടുക്കള അലമാരകൾ പലപ്പോഴും അടഞ്ഞതും ഇരുണ്ടതും മറന്നുപോയതുമായ ഇടങ്ങളാണ്. അവിടെ സൂക്ഷിക്കുന്ന പണം ആ ഗുണങ്ങളെ ആഗിരണം ചെയ്യും. അത് പ്രചരിക്കുന്നതിനും സമൃദ്ധിയെ ആകർഷിക്കുന്നതിനും പകരം മറഞ്ഞിരിക്കുന്നതും നിശ്ചലവുമാകും. വിഭവങ്ങൾ ആക്സസ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട്, നഷ്ടപ്പെട്ട അവസരങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷിത ചെലവുകൾ എന്നിവയായി ഇത് പ്രകടമാകാം. കൂടാതെ അടുക്കളയിലെ ചൂടും ഈർപ്പവും പ്രതീകാത്മകമായി പറഞ്ഞാൽ ആവേശകരമായ ചെലവുകൾ, വൈകാരിക തീരുമാനങ്ങൾ, സാമ്പത്തിക കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ആശയക്കുഴപ്പം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. സാമ്പത്തിക സ്ഥിരത ശക്തിപ്പെടുത്തുന്നതിന് പകരം ഈ പരിസ്ഥിതി അതിനെ ദുർബലപ്പെടുത്തിയേക്കാം. മൂന്നാമത്തെ സ്ഥലം ബാത്റൂമാണ്. കുളിമുറിയിൽ പണം സൂക്ഷിക്കുന്നത് അസാധാരണമായ ഒരു രീതിയായി തോന്നാം. പക്ഷെ പലരും തങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട വസ്തുക്കൾ ബാത്റൂം ക്യാബിനറ്റ് അല്ലെങ്കിൽ ടോയ്ലറ്റ് ടാങ്കിനുള്ളിൽ പോലുള്ള സ്ഥലങ്ങളിൽ ഒളിപ്പിക്കുന്നു. എന്നാൽ ബുദ്ധമത പഠിപ്പിക്കലുകൾ അനുസരിച്ച് പണം സൂക്ഷിക്കാൻ ഏറ്റവും മോശം സ്ഥലങ്ങളിൽ ഒന്നാണ് കുളിമുറി. ശാരീരികവും മാനസികവുമായ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ഒരു മോചനത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും സ്ഥലമാണ് കുളിമുറി. ഈ പരിതസ്ഥിതിയിൽ പണം സ്ഥാപിക്കുന്നത് നിങ്ങളുടെ സമൃദ്ധി കഴുകിക്കളയുന്നതിനെയോ ശുദ്ധീകരിക്കുന്നതിനെയോ പ്രതീകപ്പെടുത്തുന്നു. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അക്ഷരാർത്ഥത്തിൽ അഴുക്കുചാലിലേക്ക് നയിക്കുകയാണ്. ഊർജ്ജസ്വലമായി കുളിമുറി ചലിക്കുന്ന വെള്ളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ശുദ്ധീകരണത്തിന് മികച്ചതാണ്, പക്ഷേ സാമ്പത്തിക സ്ഥിരതയ്ക്ക് ഭയങ്കരമാണ്.
ഒഴുകുന്ന വെള്ളം പണത്തിൻ്റെ ഊർജ്ജത്തെ കഴുകിക്കളയും. നിങ്ങൾ എത്ര സമ്പാദിച്ചാലും അതെല്ലായ്പ്പോഴും നിങ്ങളുടെ വിരലുകളിലൂടെ വഴുതിപ്പോകുന്നു എന്ന തോന്നൽ സൃഷ്ടിക്കുന്നു. കുളിമുറിയിലെ ഈ നിരന്തരമായ ഊർജ്ജചലനം പണം സ്ഥിരത പ്രാപിക്കുന്നതും ശേഖരിക്കപ്പെടുന്നതും തടയും. ഇത് ഉയർച്ച താഴ്ചകൾ നിറഞ്ഞ ഒരു സാമ്പത്തിക ജീവിതത്തിലേക്ക് നയിക്കുന്നു. സുരക്ഷയും സ്ഥിരതയും കുറവായി വരും. കൂടാതെ മാലിന്യ നിർമ്മാർജ്ജനം പോലുള്ള സമൃദ്ധിക്ക് അനുയോജ്യമല്ലാത്ത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കുറഞ്ഞ വൈബ്രേഷൻ സ്ഥലമാണ് ബാത്റൂം. ഈ പരിതസ്ഥിതിയിൽ പണം സൂക്ഷിക്കുന്നത് സാമ്പത്തിക നഷ്ടങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷിത ചെലവുകൾ പോലുള്ള നെഗറ്റീവ് ഊർജ്ജങ്ങളെ ആകർഷിക്കും. പരിസ്ഥിതി നിരന്തരം നിങ്ങളുടെ സമൃദ്ധിയെ ശുദ്ധീകരിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നത് പോലെയാണ് ഇത്. അടുത്ത സ്ഥലം അല്പം വ്യത്യസ്തമാണ്. ടെലിവിഷനുകൾ, കമ്പ്യൂട്ടറുകൾ പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് സമീപം അല്ലെങ്കിൽ മൈക്രോവേവിന് സമീപമുള്ള ഒരു ഡ്രോയറിൽ പോലും പണം സൂക്ഷിക്കുന്നത് ഒരു സൗകര്യപ്രദമായ തിരഞ്ഞെടുപ്പായി നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ബുദ്ധമത പഠിപ്പിക്കലുകൾ അനുസരിച്ച് നിങ്ങൾ എന്തു വില കൊടുത്തും ഒഴിവാക്കേണ്ട സ്ഥലമാണ് ഇത്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പണത്തിൻ്റെ ഊർജ്ജത്തെ തടസ്സപ്പെടുത്തുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഈ തരംഗങ്ങൾ അസ്ഥിരവും പലപ്പോഴും കുഴപ്പം നിറഞ്ഞതുമായ ഊർജ്ജത്താൽ നിറഞ്ഞിരിക്കുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ സമൃദ്ധിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ക്രമക്കേടിൻ്റെയും സാമ്പത്തിക ആശയക്കുഴപ്പത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യും. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജം വേഗതയുള്ളതും അസ്ഥിരവും പലപ്പോഴും തടസ്സപ്പെടുത്തുന്നതുമാണ്. ഈ ഊർജ്ജ സ്രോതസ്സുകൾക്ക് സമീപം പണം സൂക്ഷിക്കുമ്പോൾ അത് ഈ സ്വഭാവ സവിശേഷതകളെ ആഗിരണം ചെയ്യുന്നു. ഇത് ആവേശകരമായ ചെലവുകൾ, അപകട സാധ്യതയുള്ള നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ തിടുക്കത്തിലുള്ള സാമ്പത്തിക തീരുമാനങ്ങൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം. സ്ഥിരതയും വളർച്ചയും പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് സമീപം സൂക്ഷിക്കുന്ന പണത്തെ ഈ കുഴപ്പം നിറഞ്ഞ ഊർജ്ജം ബാധിച്ചേക്കാം. ഇത് അപ്രതീക്ഷിത നഷ്ടങ്ങൾക്കോ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ നിയന്ത്രണമില്ലായ്മയുടെ തോന്നലിനോ കാരണമാകും. കൂടാതെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നതിനുള്ള ഒരു ഉറവിടമാണ്. മാത്രമല്ല, പലപ്പോഴും അനിയന്ത്രിതമായ ഉപഭോഗത്തെ പ്രതിനിധീകരിക്കുന്നു. ഈ ഉപകരണങ്ങൾക്ക് സമീപം പണം സൂക്ഷിക്കുന്നത് വിനോദത്തിനോ സാങ്കേതിക വിദ്യയ്ക്കോ മറ്റ് അത്യാവശ്യമല്ലാത്ത വസ്തുക്കൾക്കോ വേണ്ടി ചെലവഴിക്കാനുള്ള നിരന്തരമായ ഒരു പ്രലോഭനത്തെ പ്രതീകപ്പെടുത്തും. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പലപ്പോഴും സമ്മർദ്ദവും മാനസിക അമിത ഭാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ആധുനിക കാലത്ത് നിങ്ങളുടെ സാമ്പത്തികം സുരക്ഷിതമായും സുസ്ഥിരമായും നിലനിർത്താൻ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വിനാശകരമായ സ്വാധീനത്തിൽ നിന്ന് വളരെ അകലെ സമാധാനം, സ്ഥിരത, വ്യക്തത എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അടുത്ത സ്ഥലം തട്ടിൻപുറമാണ്. തട്ടിൻപുറത്ത് പണം സൂക്ഷിക്കുന്നത് ഒരു സുരക്ഷിത തിരഞ്ഞെടുപ്പായി തോന്നിയേക്കാം. എല്ലാത്തിനുമുപരി ഇത് പലപ്പോഴും അപൂർവമായി സന്ദർശിക്കപ്പെടുന്നതും കാണപ്പെടാത്തതുമായ ഒരു സ്ഥലമാണ്. എന്നാൽ ബുദ്ധമത പഠിപ്പിക്കലുകൾ അനുസരിച്ച് പണം സൂക്ഷിക്കാൻ നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു സ്ഥലമാണ് തട്ടിൻപുറം. പ്രതീകാത്മകമായി വീടിൻ്റെ മേൽക്കൂരയാണ് തട്ടിൻപുറം. നിങ്ങൾക്ക് മുകളിലുള്ളതിനെയും നിങ്ങൾ വ്യക്തമായി കാണാത്തതിനെയുമാണ് അത് പ്രതിനിധീകരിക്കുന്നത്. അവിടെ പണം സൂക്ഷിക്കുന്നത് നിങ്ങളുടെ അഭിവൃദ്ധി എത്തിച്ചേരാനാകാത്തതാണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വിഭവങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കാനുള്ള സാധ്യതയില്ലാതെ വിദൂര സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്നുവെന്നോ അർത്ഥമാക്കാം. കൂടാതെ തട്ടിൻപുറം പലപ്പോഴും മറന്നുപോയതോ അവഗണിക്കപ്പെട്ടതോ ആയ വസ്തുക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പതിവായി ഉപയോഗിക്കാത്തതും കാലക്രമേണ പൊടി അടിഞ്ഞുകൂടുന്നതുമായ ഇനങ്ങളാണ് അവിടെ. തട്ടിൻപുറത്ത് സൂക്ഷിക്കുന്ന പണം മറവിയുടെയും സ്തംഭനത്തിൻ്റെയും ഈ ഊർജ്ജം ആഗിരണം ചെയ്യും. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ അത് ആക്സസ് ചെയ്യാനോ വീണ്ടെടുക്കാൻ പ്രയാസകരമോ ആയിത്തീരുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ സമ്പാദ്യം ആക്സസ് ചെയ്യുന്നതിനുള്ള തടസ്സങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിവൃദ്ധി നിങ്ങളിൽ നിന്ന് വളരെ അകലെയാണെന്ന നിരന്തരമായ തോന്നൽ ഒക്കെ പ്രകടമാകും. സാമ്പത്തികമായ അഭിവൃദ്ധി പ്രാപിക്കാൻ പണം എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്ന ഒരു സ്ഥലത്ത് വ്യക്തതയും ക്രമവും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അന്തരീക്ഷത്തിലും ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ അഭിവൃദ്ധി എല്ലായ്പ്പോഴും കൈയെത്തും ദൂരത്താണെന്ന് ഉറപ്പാക്കാൻ പണം എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനും കഴിയുന്ന ഒരു സ്ഥലത്ത് സൂക്ഷിക്കുന്നതാണ് നല്ലത്. അടുത്തത് ഗറാഷാണ്, അഥവാ ഗ്യാരേജ്, കാർപോർച്ച് എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കാം. ഗ്യാരേജിൽ പണം സൂക്ഷിക്കുന്നത് ഒരു പ്രായോഗിക ആശയമായി തോന്നാം, പ്രത്യേകിച്ച് അതൊരു സുരക്ഷിതമായ പെട്ടിയിലോ നന്നായി മറഞ്ഞിരിക്കുന്ന പെട്ടിയിലോ ആണെങ്കിൽ. എന്നാൽ ഗ്യാരേജ് എന്നത് കാര്യങ്ങൾ നിരന്തരം വന്നു പോകുന്ന ഒരു പരിവർത്തന സ്ഥലമാണ്. ബുദ്ധമത പഠിപ്പിക്കലുകൾ അനുസരിച്ച് ഗ്യാരേജിനെ നിർവചിക്കുന്ന ക്ഷണികമായ ഊർജം നമ്മുടെ പണത്തിന് നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ വിപരീതമാണ്. നിരന്തരമായ ചലനത്തിൻ്റെയും ഒഴുക്കിൻ്റെയും ഒരു അന്തരീക്ഷത്തിൽ സൂക്ഷിക്കുമ്പോൾ പണം അസ്ഥിരമാവുകയും അത് വരുന്നത് പോലെ വേഗത്തിൽ പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും. ഇത് സമ്പത്തിൻ്റെ ശേഖരണത്തെയും സാമ്പത്തിക സ്ഥിരതയെയും തടയുന്നു. ഗ്യാരേജ് പലപ്പോഴും വിവിധ വസ്തുക്കൾ സൂക്ഷിക്കുന്ന ഒരു സമ്മിശ്ര ഇടമാണ്. അവയിൽ പലതും പതിവായി ഉപയോഗിക്കാറില്ല അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ വിധിക്കപ്പെട്ടവയുമാണ്. താൽക്കാലിക സംഭരണത്തിൻ്റെ ഈ അന്തരീക്ഷം പണത്തിനൊരു സ്ഥിരമായ ഊർജം നൽകും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കാലം നിലനിൽക്കാത്ത താൽക്കാലികമായ ഒന്നാണെന്ന് തോന്നും. ഇത് സമ്പാദിക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ
അല്ലെങ്കിൽ നിങ്ങൾ എത്ര സമ്പാദിച്ചാലും പണം എല്ലായ്പ്പോഴും ഒരു തുമ്പും കൂടാതെ വേഗത്തിൽ അപ്രത്യക്ഷമാകുമെന്ന തോന്നലൊക്കെ ആയി പ്രകടമാകും. ഗ്യാരേജ് സാധാരണയായി വാഹനങ്ങളുമായും ഗതാഗതവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അവ ചലനത്തെയും മാറ്റത്തെയും പ്രതിനിധീകരിക്കുന്നു. അത്തരമൊരു സ്ഥലത്ത് പണം സൂക്ഷിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ നിരന്തരം ചലനത്തിലാണെന്നും അസ്ഥിരതയും അനിശ്ചിതത്വവും കൊണ്ടുവരുമെന്നും പ്രതീകപ്പെടുത്തുന്നു. നിങ്ങളുടെ പണം വളർന്ന് പെരുകുന്നത് കാണുന്നതിന് പകരം ഗ്യാരേജിൽ നിന്ന് വന്നു പോകുന്ന ഒരു കാറ് പോലെ അത് നിരന്തരം നിങ്ങളുടെ ജീവിതം വിട്ടുപോകുന്നതായി നിങ്ങൾ കണ്ടെത്തിയേക്കാം. സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാൻ സുരക്ഷയെയും സ്ഥിരതയെയും പ്രതിനിധീകരിക്കുന്ന ഒരു സ്ഥലത്ത് പണം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത സ്ഥലം നമ്മിൽ പലരും സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. പലരും തങ്ങളുടെ ഓഫീസ് ഡ്രോയറിലോ മേശയിലോ പണം സൂക്ഷിക്കാൻ തിരഞ്ഞെടുക്കുന്നു. കാരണം ഇത് സുരക്ഷിതവും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതുമായ സ്ഥലമാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ബുദ്ധമത പഠിപ്പിക്കലുകൾ അനുസരിച്ച് ഇത് ഒഴിവാക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ്. ഓഫീസ് അല്ലെങ്കിൽ മേശ തീവ്രമായ മാനസിക പ്രവർത്തനങ്ങൾ, ആസൂത്രണം, പലപ്പോഴും സമ്മർദ്ദം എന്നിവയുള്ള ഒരു സ്ഥലമാണ്. ഈ പരിതസ്ഥിതിയിൽ പണം സൂക്ഷിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉത്കണ്ഠയുടെയും അമിതഭാരത്തിൻ്റെയും ഊർജം നിറയ്ക്കും. ഇത് പണത്തെക്കുറിച്ചുള്ള നിരന്തരമായ ഉത്കണ്ഠയ്ക്ക് കാരണമാകും. ഓഫീസ് ഡ്രോയർ അല്ലെങ്കിൽ മേശ പലപ്പോഴും ക്രമക്കേടിൻ്റെ ഒരു സ്ഥലമാണ്. അവിടെ പേപ്പറുകളും വിവിധ വസ്തുക്കളും അടിഞ്ഞുകൂടുന്നു. ഈ തകരാറ് പണത്തിൻ്റെ ഊർജമായി മാറാം. ഇത് സാമ്പത്തിക ആശയക്കുഴപ്പം, ബില്ലുകളിൽ വ്യക്തതയില്ലായ്മ, നിങ്ങളുടെ വിഭവങ്ങളിൽ ഫലപ്രദമായ നിയന്ത്രണം നിലനിർത്തുന്നതിൽ ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്കൊക്കെ കാരണമാകും. മാത്രമല്ല, ജോലി അന്തരീക്ഷം സമ്മർദ്ദങ്ങളുമായും സമയപരിധികളുമായും ബന്ധപ്പെട്ടിരിക്കാം. ഇത് പണത്തിൻ്റെ ഊർജത്തെ സമൃദ്ധിയും സമാധാനവും എന്നതിലുപരി സമ്മർദ്ദവും അടിയന്തരതയും സംബന്ധിച്ച ഒന്നാക്കി മാറ്റും. മറ്റൊരു പ്രധാന കാര്യം, ഓഫീസ് എന്നത് നമ്മൾ തീരുമാനങ്ങൾ, പലപ്പോഴും ബുദ്ധിമുട്ടുള്ളവ, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ എന്നിവ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഈ പരിതസ്ഥിതിയിൽ പണം സൂക്ഷിക്കുന്നത് ഈ പ്രശ്നപരിഹാര ഊർജം ഉപയോഗിച്ച് നിങ്ങളുടെ സാമ്പത്തികം ചാർജ് ചെയ്യും. പുതിയ അവസരങ്ങൾ ആകർഷിക്കുന്നതിന് പകരം പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനുള്ള ഒരു ഉറവിടമായി പണം കാണപ്പെട്ടേക്കാം. നിങ്ങളുടെ സാമ്പത്തിക ഊർജത്തെ പരിവർത്തനം ചെയ്യാൻ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പണം സംഭരിക്കുന്ന സ്ഥലങ്ങൾ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കേണ്ടതും നിർണായകമാണ്. ബുദ്ധമത പഠിപ്പിക്കലുകൾ അനുസരിച്ച് ശരിയായ സ്ഥലങ്ങൾ നിങ്ങളുടെ വിഭവങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല, സമൃദ്ധിയുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ക്ഷാമത്തിന് കാരണമാകുന്ന തടസ്സങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സമൃദ്ധിയുടെ സ്ഥിരമായ ഒഴുക്ക് നിലനിർത്താൻ ഈ സ്ഥലങ്ങൾ സഹായിക്കുന്നു. പണം സൂക്ഷിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഓപ്ഷനുകളിലൊന്ന് വീട്ടിലെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത്, കിടപ്പുമുറിയിലെ അലമാരയിലോ ശാന്തതയും ക്ഷേമവും നൽകുന്ന മുറിയിലോ സ്ഥിതി ചെയ്യുന്ന സുരക്ഷിതമായൊരു പെട്ടിയിലോ സൂക്ഷിക്കുക എന്നതാണ്. ഈ സ്ഥലം ചിട്ടയായതും വൃത്തിയുള്ളതും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്നതുമായിരിക്കണം. പക്ഷേ പണം നഷ്ടപ്പെടാനോ മോഷണം പോകാനോ സാധ്യതയുള്ള തരത്തിൽ തുറന്നു കാട്ടപ്പെടരുത്. നെഗറ്റീവ് ഊർജ്ജങ്ങളെ ആഗിരണം ചെയ്യുന്നതിനും നിർവീര്യമാക്കുന്നതിനുമുള്ള ഊർജ്ജസ്വലമായ ഗുണങ്ങൾക്ക് പേരുകേട്ട വസ്തുക്കൾ സെറാമിക് അല്ലെങ്കിൽ മരം കൊണ്ടുള്ള പാത്രത്തിനുള്ളിലാണ് ശുപാർശ ചെയ്യുന്ന മറ്റൊരു സ്ഥലം. ഈ പാത്രങ്ങൾ ഷെൽഫുകളിലോ ക്യാബിനറ്റുകൾക്കുള്ളിലോ അല്ലെങ്കിൽ നിരന്തരമായ ചലനത്തിന് നേരിട്ട് വിധേയമാകാത്ത മറ്റ് വിവേകപൂർണമായ സ്ഥലങ്ങളിലോ സൂക്ഷിക്കാം. ആരോഗ്യമുള്ള ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ സമ്പത്ത് ആകർഷിക്കുന്നതിന് പേരുകേട്ട പൈറൈറ്റ്, സിട്രൈൻ പോലുള്ള സമൃദ്ധിയെ പ്രതീകപ്പെടുത്തുന്ന വസ്തുക്കൾക്ക് സമീപം നിങ്ങളുടെ പണം സൂക്ഷിക്കുന്നതും പരിഗണിക്കാവുന്നതാണ്. ഈ വസ്തുക്കൾ സ്ഥലം അലങ്കരിക്കുക മാത്രമല്ല, പരിസ്ഥിതിയുടെ പോസിറ്റീവ് ഊർജ്ജം വർദ്ധിപ്പിക്കുകയും സമൃദ്ധിക്കായി ഒരു കാന്തിക വലയം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഈ വസ്തുക്കൾക്ക് സമീപം പണം വയ്ക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ സമൃദ്ധിയെ പ്രതീകാത്മകമായി ക്ഷണിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. പലപ്പോഴും അവഗണിക്കപ്പെടുന്നതും എന്നാൽ വളരെ ഫലപ്രദവുമായ ഒരു സ്ഥലം പണത്തിനായി മാത്രം സമർപ്പിച്ചിരിക്കുന്ന ഒരു ഡ്രോയറാണ്. ഈ ഡ്രോയർ ചിട്ടയായും വൃത്തിയായും സൂക്ഷിക്കണം. അവിടെ പണം വയ്ക്കുന്ന പ്രവൃത്തി നന്ദിയുടെയും പോസിറ്റീവ് ഉദ്ദേശത്തിൻ്റെയും ഒരു ആചാരമാക്കി മാറ്റാം. സമൃദ്ധിയെ യഥാർത്ഥത്തിൽ ആകർഷിക്കാനും നിലനിർത്താനും നിങ്ങളുടെ പണം സംഭരിക്കാൻ ശരിയായ സ്ഥലങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം പോരാ. നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക ഊർജം വർദ്ധിപ്പിക്കുന്ന ദൈനംദിന ആചാരങ്ങളും സ്വീകരിക്കുന്നതും ഒരുപോലെ പ്രധാനമാണ്. ഏറ്റവും ശക്തമായ ആചാരങ്ങളിലൊന്ന് നിങ്ങളുടെ പക്കലുള്ള പണത്തോടുള്ള ദൈനംദിന കൃതജ്ഞതയാണ്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പോ ഉണരുമ്പോൾ ശമ്പളം, സമ്മാനങ്ങൾ അല്ലെങ്കിൽ ചെറിയ സമ്പാദ്യങ്ങൾ എന്നിവയുടെ രൂപത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന പണത്തെക്കുറിച്ച് ചിന്തിക്കാൻ കുറച്ച് മിനിറ്റ് നിങ്ങൾ എടുക്കണം. ഓരോ പൈസയ്ക്കും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക. അത് കൊണ്ടുവരുന്ന മൂല്യവും പോസിറ്റീവ് എനർജിയും നിങ്ങൾ തിരിച്ചറിയുക. ഈ വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ അറിവ് പകർന്നു തന്നുവെങ്കിൽ നിശ്ചയമായി വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമല്ലോ.